ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയവായന സുഹൃത്തെ, താങ്കൾക്ക് പുതിയ വായനയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 27, ഒന്നാമത്തെ വായനാ ഭാഗം. 1 ദിനവൃത്താന്തം 10-ാം അധ്യായം. നമ്മൾ ഇന്നലെ ശൗലിനെ സംബന്ധിച്ച്, ശൗലിൻ്റെ, അതായത് ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവായ ശൗലിൻ്റെ വംശാവലി നമ്മൾ വായിച്ച് അവസാനിപ്പിക്കുകയാണ് ഇന്നലെ ചെയ്തത് 9-ാം അധ്യായം. ഇന്ന് ശൗല് എന്ന് പറയുന്ന ഒന്നാമത്തെ രാജാവിൻ്റെ ആദ്യകാലങ്ങളോ ശേഷം അഭിഷേകം ചെയ്യുന്നതോ രാജാവാകുന്നതോ മറ്റു വൃത്താന്തങ്ങളോ ഒന്നുമില്ലാതെ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തിലേക്ക് ആണ് ഇവിടെ ചെല്ലുന്നത്. അതായത് അതാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. നമ്മൾ വായിക്കുന്നത് ഫെലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു എന്നാണ്. ഇസ്രായേലരോ ഫെലിസ്ത്യന് മുമ്പിൽ നോടി ഗിൽബോവ പർവ്വതത്തിൽ നിഹതന്മാരായി വീണു. മുമ്പും യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ജയമുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത് ശൗൽ രാജാവിൻ്റെ കാലത്തെ അവസാന യുദ്ധമാണ്. ശൗലുമായിട്ടുള്ള ബന്ധത്തിലുള്ള അവസാന യുദ്ധം. ആ പടയാളികൾ അല്ലെങ്കിൽ ആ സൈന്യം ശൗലിനെയും മക്കളെയും ഒക്കെ പിന്തുടർന്നു. എന്നിട്ട് യോനാഥാനെയും അബീനാദാബിനെയും മൽക്കീഷുവിനെയും വെട്ടിക്കൊന്നു. ആദ്യം അതാണ് സംഭവിക്കുന്നത്. പിന്നെ ശൗലിൻ്റെ നേരെ പടമുറുകുന്നുണ്ട്. അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ ഇവരാൽ പിടിക്കപ്പെടും, ഇവരാൽ കൊല ചെയ്യപ്പെടേണ്ട അവസ്ഥ വരും. അങ്ങനെ വന്നാൽ ചിലപ്പോൾ വളരെ മോശമായ നിന്ദിതനായ ഒരു മരണത്തിലേക്കായിരിക്കും ചിലപ്പോൾ പോകുന്നത്. അതുകൊണ്ട് ശൗല് തൻ്റെ ആയുധവാഹകനോട് പറഞ്ഞു, നീ എന്നെ ഒരു വാളെടുത്ത് കൊല്ലാൻ പറയുന്ന. പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല. രാജാവല്ലേ, അദ്ദേഹത്തിന് അത് കഴിഞ്ഞില്ല. ആയുധവാഹകൻ അത് ചെയ്തില്ല. പക്ഷേ ശൗലിന് വേറെ വഴിയില്ല. ശൗൽ അതുകൊണ്ട് തന്നെ ഒരു വാള് പിടിച്ചിട്ട് അതിൻ്റെ മേൽ വീണിട്ട് അങ്ങ് മരിച്ചു. അപ്പോൾ ആയുധവാഹകൻ ഇത് കണ്ടിട്ട്, ശൗൽ മരിച്ചു എന്ന് കണ്ടപ്പോൾ ആയുധവാഹകനും അങ്ങനെ തന്നെ തൻ്റെ വാള് വെച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് വീണ്, അല്ലെങ്കിൽ അതിൻ്റെ ശരീരത്തിലേക്ക് കുത്തിയിറക്കി അയാൾ മരിക്കുകയാണ്. ഇങ്ങനെ ശൗലും 3 മക്കളും അവൻ്റെ ഭവനമൊക്കെയും ഒരുമിച്ച് മരിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ശൗലും മക്കളും മരിച്ചു എന്ന് കേട്ടപ്പോഴത്തേക്ക് ഫെലിസ്ത്യർ അവിടെ ആ പട്ടണങ്ങളിൽ അവിടെ വന്ന് പാർത്തു. അപ്പോൾ ഫെലിസ്ത്യർ പിറ്റേന്നാൾ ഇവരുടെ ഒക്കെ വസ്ത്രവും വാളും ഒക്കെ ഊരാൻ വന്നപ്പോഴത്തേക്ക് ശൗലും പുത്രന്മാരും ഒക്കെ ഗിൽബോവ പർവ്വതത്തിൽ വീണ് കിടക്കുന്നത് കാണുക. ഈ വസ്ത്രാദികൾ ഊരിയുക എന്നൊക്കെ പറയുന്നത് നിന്ദിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ആയുധവർഗ്ഗങ്ങൾ എടുക്കും, ശരീരത്തിൽ കിരീടം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെടുക്കും, മോഷ്ടിക്കും. അതൊക്കെ അവരുടെ അസറ്റാണ്. ചില രാജാക്കന്മാരുടെയൊക്കെ സ്വർണത്തിലൊക്കെ ഉള്ളതായിരിക്കും. അപ്പോൾ രാജാവിൻ്റെ മിക്കവാറും അത്തരം വിലപിടിപ്പുള്ള കിരീടവും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് അതൊക്കെ അവരെടുക്കും. പിന്നെ അവർക്കൊരു സ്റ്റേറ്റസ് ആണല്ലോ അവിടെ കൊണ്ടുവച്ച്, ഇത് ശൗലിൻ്റെ ആയുധമാണ്, ഇത് ശൗലിൻ്റെ കിരീടമാണ്, ശൗലിനെ പിടിച്ചത് ഞങ്ങളാണ് എന്ന് പറയുന്നതിനൊരു, അതൊക്കെ അവരുടെ ശേഖരത്തിലേക്ക് മാറ്റും. എല്ലാ രാജാക്കന്മാരും അങ്ങനെ ചെയ്യുന്നതാണ്. എന്നിട്ട് അവർ ഫെലിസ്ത്യ ദേവന്റെ ക്ഷേത്രത്തിൽ ആയുധവർഗം കൊണ്ട് വെച്ചു. തല വെട്ടിയെടുത്ത് ദാഗോന്റെ ക്ഷേത്രത്തിൽ തൂക്കിയിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫെലിസ്ത്യർ ശൗലിനോട് ചെയ്തതൊക്കെയും ഗിലിയാദിലെ യാബേശിലെ മനുഷ്യർ കേട്ടപ്പോൾ അവരിലെ ശൂരന്മാരെല്ലാവരും പുറപ്പെട്ട് ശവമെടുത്ത്, അവൻ്റെ പുത്രന്മാരുടെ ശവങ്ങളെടുത്ത് യാബേശിൽ കൊണ്ടുവന്നിട്ട് അവിടെ ഒരു കരുവേലകത്തിൻ്റെ കുഴി കുഴിച്ചിട്ടിട്ട് 7 ദിവസം അവർക്ക് വേണ്ടി ഉപവസിച്ചു എന്നാണ്. അവർക്ക് വേണ്ടി ഉപവസിച്ചു എന്നല്ല, അവർ ഉപവസിച്ചു 7 ദിവസം. അപ്പോൾ അത് വിലാപമാണ്, അല്ലെങ്കിൽ അവരോടുള്ള ബഹുമാന സൂചകമായി, ആദരസൂചകമായി ചെയ്യുന്നതാണ്. രാജാവിൻ്റെ മക്കളുമാണല്ലോ മരിച്ചത്. എന്നിട്ട് പക്ഷെ അവിടെ പറയുന്നൊരു പ്രധാന കാര്യം, ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കാഞ്ഞതിനാലും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിക്കാൻ പോയതിനാലും മരിക്കേണ്ടി വന്നു എന്നാണ്. അവൻ യഹോവയുടെ അരുളപ്പാട് ചോദിക്കാതെ കൊണ്ട് ദൈവം അവനെ കൊന്ന് രാജ്യത്വം ഇശ്ശായിയുടെ മകനായ ദാവീദിന് കൊടുത്തു. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന ദൈവത്തിൻ്റെ ഭാഗമെന്ന് പറയുന്നത്, ശൗല് ഒന്നാമത്തെ രാജാവായി വാഴിക്കുമ്പോൾ ശൗൽ ദൈവം പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ശൗല് സ്വന്തം ഇഷ്ടപ്രകാരം ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവസാനം വെളിച്ചപ്പാടന്മാരെയും ദർശനം പറയുന്നവരെയൊക്കെയും ദേശത്ത് കൊന്നു തീർത്തതിന് ശേഷം അവസാനം വെളിച്ചപ്പാടത്തി അന്വേഷിച്ച് പോകുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. രക്ഷപ്പെട്ടു പോയ ഒരു വെളിച്ചപ്പാടത്തി അവരുടെ അടുത്ത് നിന്നിട്ടാണ് ദൈവത്തോട് അരുളപ്പാട് ചോദിക്കേണ്ടതെന്ന് വരുന്നത്. അവരോടാണ് അരുളപ്പാട് ചോദിക്കുന്നത്. ഇങ്ങനെ
ദൈവത്തിന് ഹിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്തതുകൊണ്ട്. അത് നമ്മളുടെ അടുത്ത് വായിക്കുന്നുണ്ട്, 40 വർഷത്തേക്ക് അവനെ രാജാവാക്കി. പക്ഷേ 2 വർഷം കൊണ്ട് അവൻ രാജ്യത്വം അവസാനിക്കുക. 2 വർഷമേ രാജാവായിരുന്നുള്ളൂ. പിന്നെയാണ് ദാവീദിനെ രാജാവായി വാഴിക്കുന്നത്. നാളെ നമ്മൾ വായിക്കുന്ന അധ്യായത്തിൽ ദാവീദ് എന്ന രാജാവിൻ്റെ കാര്യങ്ങളാണ് നാളത്തെ 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. രണ്ടാമത്തെ വായനാഭാഗം എസ്കേൽ പ്രവചനം 23-ാം അധ്യായം. ഈ അധ്യായത്തിലും യഹൂദയുടെയും ഇസ്രായേലിൻ്റെയും നീചപ്രവർത്തികൾ, ദൈവമായിട്ടുള്ള അഭക്തി, അന്യദൈവങ്ങൾക്ക് പുറകെ പോകുന്നത്, അവരുടെ തെറ്റായ പ്രവണതകൾ, ഇതൊക്കെ തന്നെയാണ് ഇവിടെയും ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ അധ്യായത്തിൻ്റെ ആദ്യത്തിൽ ചോദിച്ചൊരു ചോദ്യം, ഇതിൻ്റെ ഏകദേശം മധ്യം കഴിയുമ്പോൾ എസ്കേൽ പ്രവചനോട് ചോദിക്കുന്നുണ്ട്, നീ ഒഹോലയെ ന്യായം വിധിക്കുമോ, ഒഹോലീബായെ ന്യായം വിധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ മ്ലേച്ഛതകൾ അവരോട് അറിയിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പം ഇവിടെ ഒരു സ്ത്രീക്ക് 2 മക്കളുണ്ടെന്നും ആ 2 മക്കളും അവർ മിസ്രൈമിൽ വെച്ച് തന്നെ പരസംഗം ചെയ്തു എന്നും അന്യപുരുഷന്മാരെ അന്വേഷിച്ചു പോയെന്നും അവർ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു എന്നും ഒക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു മകളുടെ പേര് ഒഹോല എന്നും മറ്റൊരു മകളുടെ പേര് ഒഹോലീബ എന്നുമാണ് പറയുന്നത്. ഈ ഒഹോല എന്ന് പറയുന്നത് ശമരിയെയും ഒഹോലീബ എന്ന് പറയുന്നത് യെരുശലേമിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഇത് 2 രാജ്യങ്ങളെ പ്രതിദാനം ചെയ്യുന്നതാണ്, ഇസ്രായേലിൻ്റെയും യഹൂദയും. ഈ 2 രാജ്യങ്ങളും അവർ മിസ്രൈമിൽ വെച്ച് തന്നെ അവർ അന്യദൈവങ്ങളുടെ പുറകെ പോയിരുന്നു. അത് കഴിഞ്ഞ് കനാൻ ദേശത്ത് വന്നതിന് ശേഷം അവരങ്ങനെ തന്നെയായിരുന്നു. കനാൻ ദേശത്ത് വെച്ച് അവർ ആണല്ലോ നമുക്കറിയാം 2 രാജ്യമായി മാറുന്നത്. അപ്പോൾ ആ 2 രാജ്യമായി മാറുന്നതിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ പറഞ്ഞു പോവുകയാണ് ദൈവം ഇവിടെ. എന്നിട്ട് ഈ നമ്മുടെ ഒഹോല എന്ന് പറയുന്നത് വടക്കേ രാജ്യം. ആ രാജ്യം തെറ്റി മാറി അവർ ശിക്ഷയിലൊക്കെയും നിന്നാപാത്രമായി തീർന്നതും ഇവർ കണ്ടിട്ടും യഹൂദ അവളുടെ പരസംഗം വിട്ട് മാറിയില്ല എന്നാണ്. അവളെക്കാൾ അധികം ദോഷം യഹൂദ ചെയ്തു. അതായത് ഇസ്രായേൽ ചെയ്തതിനേക്കാൾ അധികം ദോഷം യഹൂദ ചെയ്തു എന്നാണ് ദൈവം പറയുന്നത്. കൂടുതൽ പരസംഗം ചെയ്തു എന്നും കൂടുതൽ അന്യദൈവങ്ങളുടെ പുറകെ പോയി എന്നാണ് പറയുന്നത്. അപ്പം ദൈവം പറയുന്നത്, ഞാൻ ന്യായവിധി അവർക്ക് ഭരമേൽപ്പിക്കും, അവർ തങ്ങളുടെ ന്യായങ്ങൾക്ക് അനുസാരമായി തന്നെ നിന്നെ ന്യായവിധിക്കും. ആരൊക്കെയാണ്? അതുകൊണ്ട് ഇവിടെ പറയുന്നത് ബാബേൽക്കാർ, കൽദയർ ഒക്കെയും, പെക്കോദ്യർ, ശോവ്യർ, കോവ്യർ, അശൂര്യർ ഒക്കെയും എന്നിങ്ങനെ മനോഹര യുവാക്കൾ, അതായത് അത്തരം രാജ്യങ്ങൾ നിന്നെ അന്വേഷിച്ചു വരും. അവരെ നിന്റെ നേരെ ഉണർത്തും. അവരൊരു ജനസമൂഹമായി വാളും പരിചയും കുന്തവും ഒക്കെ കൊണ്ട് നിന്റെ നേരെ വന്ന് നിന്നെ വളയും. അവരാണ് നിനക്ക് ന്യായവിധി നടത്തുന്നത്. എൻ്റെ ന്യായവിധി ഞാൻ അവരിലൂടെയാണ് ചെയ്തെടുക്കുന്നത്. ഞാൻ എൻ്റെ തീക്ഷ്ണത നിന്റെ നേരെ പ്രയോഗിക്കും. അവർ ക്രോധത്തോടെ നിന്നോട് പെരുമാറും എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. പിന്നെ നിന്റെ ദുർമര്യാദയും മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ വേശ്യാവൃത്തിയും ഞാൻ നിർത്തലാക്കും. നീ ഇനി അവരെ തലപൊക്കി നോക്കുകയില്ല, മിസ്രൈമിനെ ഓർക്കുകയുമില്ല. ആ തരത്തിൽ നിന്നെ ഞാൻ ആക്കും എന്ന് തന്നെയാണ് ദൈവം പറയുന്നത്. നിന്റെ സമ്പാദ്യമൊക്കെയും എടുത്ത് നിന്നെ നഗ്രിയും അനാവൃതയുമാക്കി വിടും. അങ്ങനെ നിന്റെ വേശ്യാവൃത്തിയുടെ നഗ്രതയും നിന്റെ ഈ വേശ്യാവൃത്തി അല്ലെങ്കിൽ പരസംഗം എന്നൊക്കെ പറയുന്നത് ദൈവമായിരിക്കുന്ന ഭർത്താവിനെ വിട്ട് അന്യ ദൈവങ്ങളുടെ പുറകെ പോകുന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പിന്നെ നമ്മൾ വായിക്കുന്നത്, നീ സഹോദരിയുടെ വഴിയിൽ നടന്നതുകൊണ്ട്. ഇപ്പോൾ ഇത് യഹൂദയോടാണ് പറയുന്നത്. സഹോദരി എന്ന് പറയുന്നത് ഇസ്രായേൽ. നീ സഹോദരിയുടെ വഴിയിൽ നടന്നതുകൊണ്ട് ഞാൻ അവളുടെ പാനപാത്രം നിന്റെ കയ്യിൽ തരും. യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ സഹോദരിയുടെ കുഴിയും വട്ടവുമുള്ള പാനപാത്രത്തിൽ നിന്ന് കുടിച്ച് നിന്നയ്ക്കും പരിഹാസത്തിന് വിഷയമായി തരും. അതിൽ വളരെ കൊള്ളുമല്ലോ. ആ വടക്കേ രാജ്യമായ ഇസ്രായേലിൻ്റെ പാപങ്ങളുടെയും അവരുടെ നിന്ദാപരമായ പ്രവർത്തികളൊക്കെ വലിയ ഒരു പാത്രത്തിൽ, കുഴിയുള്ള പാത്രത്തിൽ, വട്ടവുമുള്ള പാത്രത്തിലെ പോലെയാണ് ദൈവം കാണുന്നത്. അപ്പം അതിൽ ഒരുപാട് സ്ഥലമുണ്ട് അവർക്ക്. അതുപോലെ അവർ വഷളത്തങ്ങൾ പ്രവർത്തിച്ചവരാണെന്നാണ്. അതുപോലെ നിനക്കും എന്നുള്ളതാണ് ദൈവം പറയുന്നത്. നീ
അതിൻ്റെ 35-ാമത്തെ വാക്ക്, നീ എന്നെ മറന്ന് എന്നെ നിന്റെ പുറകിൽ എറിഞ്ഞു കളകൊണ്ട് നീ നിന്റെ ദുർമര്യാദയും പരസംഗവും വഹിക്കുക. നീ തന്നെ വഹിക്കുക നിന്റെ തെറ്റും. നീ ഒഹോലയെയും ഒഹോലിബായെയും ന്യായം വിധിക്കുമ്പോൾ, അതാണ് ആദ്യം ഞാൻ പറഞ്ഞ കാര്യം. അവരുടെ മ്ലേച്ഛതകളെ എന്നാൽ അവരുടെ മ്ലേച്ഛതകളെ അവരെ അറിയിക്കാം. അവർ വിചാരം ചെയ്തു, അവരുടെ കയ്യിൽ രക്തമുണ്ട്, തങ്ങളുടെ വിഗ്രഹങ്ങളോട് വിചാരം ചെയ്തു, അവർ എനിക്ക് പ്രസവിച്ച മക്കളെ അവർക്ക് ഭോജനമായി അഗ്നിപ്രവേശനം ചെയ്യിച്ചു. ഒന്നുകൂടെ അവർ ചെയ്തിരിക്കുന്നു, അന്നാളിൽ തന്നെ അവർ എൻ്റെ വിശുദ്ധ മന്ദിരത്തെ തീണ്ടിച്ച് എൻ്റെ ശബത്തുകളെ അശുദ്ധമാക്കി. അവർ തങ്ങളുടെ മക്കളെ വിഗ്രഹങ്ങൾക്ക് വേണ്ടി കൊന്ന ശേഷം അന്ന് തന്നെ അവർ എൻ്റെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കേണ്ടതിലേക്ക് അതിലേക്ക് വന്നുകൊണ്ടോ. തെറ്റുകളും കുറ്റങ്ങളും ചെയ്തിട്ട്, അതായത് അശുദ്ധിയോടുകൂടി ഈ പറഞ്ഞ ദൈവവിരുദ്ധമായ കാര്യങ്ങൾ, ദൈവം പറയാത്ത കാര്യങ്ങൾ, ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒക്കെയും ചെയ്തതിന് ശേഷം അവർ വിശുദ്ധ മന്ദിരത്തിലേക്ക് വന്നു എന്നാണ്. അപ്പം അതൊന്നും ദൈവം അത്ര സഹിക്കുന്ന കാര്യങ്ങളല്ല. ഇങ്ങനെ എത്രയും അവർ എൻ്റെ ആലയത്തിൻ്റെ നടുവിൽ ചെയ്തത്. വീണ്ടും താഴോട്ട് വാക്യങ്ങളുണ്ട്. അതെല്ലാം ഇവരുടെ പ്രവൃത്തികളെ സംബന്ധിച്ച് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഈ അധ്യായവും നമ്മൾ അധ്യായത്തിൽ വായിച്ച പോലെ അവരുടെ തെറ്റുകളെ, അവരുടെ കുറ്റങ്ങളെ, അവരുടെ പാപങ്ങളെ, അവരുടെ അന്യവിഗ്രഹങ്ങളുടെ പുറകെയുള്ള പോക്കിനെ, ദൈവത്തെ മറന്നു കളഞ്ഞതിനെ, ദൈവത്തെ നിന്ദിച്ചതിനെ, ദൈവത്തെ പുറകിൽ എറിഞ്ഞു കളഞ്ഞതിനെ സംബന്ധിച്ച്, അവർ ദൈവത്തെ ഒരു തരത്തിലും അവർ ദൈവത്തെ വില കൊടുത്തില്ല എന്നതിനെ സംബന്ധിച്ച് വിശദമായി തന്നെയാണ് 49 വാക്യങ്ങളുള്ള ഈ അധ്യായത്തിലും പ്രതിപാദിച്ചിരിക്കുന്നത്. 3-ാമത്തെ വായനാഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 20-ാം അധ്യായം. ഇതിനിടയ്ക്ക് ദേവാലയത്തിലിരിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരുമായി ഈ ടീം എത്രയും പേരുണ്ട്, ഇവരെല്ലാവരും കൂടെ വന്ന് യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നീ എന്ത് അധികാരം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? നിനക്ക് ഈ അധികാരം തന്ന ആരാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ക്രിസ്തു ഈ പല കാര്യങ്ങൾക്കും ഡയറക്റ്റഡ് ഉത്തരവല്ല കൊടുക്കുന്നത്. അവിടെ ക്രിസ്തു ഞാനൊരു കാര്യം ചോദിക്കട്ടെ, യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നാണോ മനുഷ്യരിൽ നിന്നാണോ ഉണ്ടായതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ തമ്മിൽ കുശുകുശുത്തിട്ട് പറയുകയാണ്, സ്വർഗത്തിൽ നിന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാത്ത എന്ത് എന്ന് ചോദിക്കും. മനുഷ്യരിൽ നിന്നെന്ന് പറഞ്ഞാലോ ജനമൊക്കെയും യോഹന്നാൻ ഒരു പ്രവാചകൻ എന്ന് ഉറച്ചിരിക്കുകൊണ്ട് നമ്മെ കല്ലെറിയും. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നറിയാമോ? അവർ പറഞ്ഞു, എവിടെ വന്നോ ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ചോദ്യം എന്താണ്? യോഹന്നാൻ്റെ സ്നാനം സ്വർഗത്തിൽ നിന്നാണോ ഭൂമിയിൽ നിന്നാണോ അല്ലെ മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഉള്ളതാണോ എന്നാണ് ചോദ്യം. അത് ഞങ്ങൾക്കറിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ യേശു പറഞ്ഞുകൊണ്ട് യേശു തന്നെ പറയുകയാണ്, എന്നാൽ ഇത് എന്തധികാരം കൊണ്ട് ഞാൻ ചെയ്യുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ആ പ്രശ്നം അവിടെ തീരുകയാണ്. അവർക്ക് പിന്നെ മറുപടി ഇല്ലാതായി. എന്നിട്ട് യേശു ജനത്തോട് ഒരു ഉപമ പറഞ്ഞു. ഒരു മനുഷ്യൻ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി കുടിയാന്മാരെ പാട്ടത്തിനേൽപ്പിച്ചിട്ട് ഏറിയ കാലം പരദേശത്ത് പോയി പാർത്തു. സമയമായപ്പോൾ കുടിയാന്മാരോട് തോട്ടത്തിൻ്റെ അനുഭവം വാങ്ങേണ്ടതിന് ദാസന്മാരെ അയച്ചു. ആദ്യം വന്ന ദാസനെ അവർ തല്ലി പറഞ്ഞയച്ചു. രണ്ടാമത് ദാസനെ വന്ന് അവരെയും തല്ലി അപമാനിച്ചു, വെറുതെ വിട്ടു, ഒന്നും കൊടുത്തില്ല. ഈ പറഞ്ഞ തോട്ടത്തിൻ്റെ അനുഭവം വാങ്ങാൻ വന്നവനോട് അത് കൊടുക്കാതെ തല്ലി പറഞ്ഞയച്ചു. മൂന്നാമതൊരുത്തിനെ അയച്ചപ്പോൾ അവന് ഒരു മുറിവേൽപ്പിച്ച് പുറത്തേക്ക് കളഞ്ഞു. അപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാം. എന്ത് ചെയ്യണം? ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ മകനെ അയക്കാം എന്ന് പറഞ്ഞു. അപ്പം മകനെ അയക്കുമ്പോൾ അവനിങ്ങനെ ചെയ്യില്ല, അവർ ശങ്കിക്കും. ഞാൻ ചെല്ലുന്ന പോലെയാണല്ലോ മകൻ ചെല്ലുന്നത്, അപ്പോൾ ശങ്കിക്കും എന്ന് പറഞ്ഞു. അപ്പോഴെന്ത് പറ്റിയെന്ന് അറിയാമോ? ഇവൻ അവകാശിയാണ്. ഇവൻ ജീവിച്ചിരുന്നാൽ ഇവൻ നമുക്ക് ഒരു കാര്യം, നമുക്ക് ഇവനെ കൊന്നിട്ട് ഇവൻ്റെ അവകാശം നമുക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അവനെ കൊന്നു കളഞ്ഞു. എന്നിട്ട് തോട്ടത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോയി കൊന്നു. എന്നാൽ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അവരോട് എന്ത് ചെയ്യും? അവൻ വന്ന് ആ കുടിയാന്മാരോട് അവരെ നിഗ്രഹിച്ച് തോട്ടം അന്യന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യം, ഇവിടെ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ്റെ സ്ഥാനത്ത് ദൈവവും ഈ അയക്കപ്പെട്ട പലരും പ്രവാചകന്മാരുടെ സ്ഥാനത്തും തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ്റെ മകൻ, അവരെ കൊന്നുകളഞ്ഞ മകൻ്റെ സ്ഥാനത്ത് യേശുക്രിസ്തുവും. ഇത് ഇത്രയും പറയുകയാണ്. ഇത്രയും പറയുമ്പോൾ അവർ കേട്ടിട്ട് അവർ പറയുകയാണ്, അങ്ങനെ ഒരു നാൾ സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ക്രിസ്തു പറഞ്ഞു, എന്നാൽ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നത് എന്ത് എന്ന് ചോദിക്കാം. ആ കല്ലിന്മേൽ
വീഴുന്ന ഏവനും തകർന്നു പോകും, അത് ആരുടെ മേലെങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കും. യേശുക്രിസ്തുവായിട്ട് ബന്ധപ്പെട്ട, യേശുക്രിസ്തുവിൻ്റെ മരണം കൂടെ ഉൾപ്പെട്ട ഒരു ഉപമയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ തോട്ടക്കാരൻ്റെ മകൻ എന്ന് പറയുന്ന യേശുക്രിസ്തുവിനെ അവരെ കൊല്ലാൻ പോകുന്നതിനെ സംബന്ധിച്ച് തന്നെയാണ് പറയുന്നത്. അവർക്ക് മനസ്സിലായി ഞങ്ങളെക്കുറിച്ച് തന്നെ പറയുന്നത്, അത് താഴെ എഴുതിയിട്ടുണ്ട്. ഈ ഉപമ തങ്ങളെക്കുറിച്ച് പറഞ്ഞു എന്ന് മനസ്സിലാക്കിയവർ. അപ്പോൾ വീട് പണിയുന്നവരാരാ? ഇസ്രായേലിലാണ് വീട് പണിയുന്നവർ. അവർ തള്ളിക്കളഞ്ഞ കല്ല് യേശുക്രിസ്തു, ആ കല്ല് മൂലക്കല്ലായി തീരാൻ പോവാണ്. ഇതൊരു പ്രവചനമാണ്. എനിക്ക് ഒരു സങ്കീർത്തനത്തിലാണെന്ന് തോന്നുന്നു. എന്നാൽ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് പറയാം. അതോ യെശയ്യാ പ്രവചനത്തിലാണോ? അപ്പോൾ ഈ ഒരു പ്രവചനത്തെ ഡബിൾ ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് കോട്ട് ചെയ്തിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്ന് എഴുതിയിരിക്കുന്നു, ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അതെന്താണ്? അവിടെ ആ തള്ളിക്കളഞ്ഞ മൂലക്കല്ല് അത് യേശുക്രിസ്തുവാണ്. ആ കല്ലിന്മേൽ, ആ യേശുക്രിസ്തുവിൽ വീഴുന്ന ഏവനും തകർന്നു പോകും, എന്നാൽ അത് ആരുടെയെങ്കിലും മേൽ വീണാൽ അത് അവനെ ധൂളിപ്പിക്കുമെന്ന് പറഞ്ഞു. ഈ ഉപമ തങ്ങളെക്കുറിച്ച് പറഞ്ഞു വന്ന് ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും ഗ്രഹിച്ചിട്ട് അപ്പം തന്നെ അവനെ കൊല്ലാനാണ് അവർക്ക് തോന്നിയത്. പക്ഷേ ജനത്തെ ഭയപ്പെട്ടിട്ട്, ജനം കൂടി നിൽക്കുകയാണല്ലോ, ജനത്തെ ഭയപ്പെട്ടിട്ട് ഒന്നും ചെയ്തില്ല. പിന്നെ അവൻ നാടുവാഴിയുടെ അധീനതയിൽ ഏൽപ്പിക്കാൻ എന്തെങ്കിലും പണിയുണ്ടോ എന്ന് നോക്കിയിട്ട് അവർ വാക്കിൽ കൊടുക്കണമല്ലോ, വാക്കുകൊണ്ടല്ലേ പറയാനൊക്കെ ഉള്ളൂ. വാക്കിൽ കൊടുക്കേണ്ടതിന് നീതിമാന്മാർ എന്ന് നടിക്കുന്ന ഒറ്റുകാരെ അയച്ചു. അവർ ചെന്നിട്ട് ആദ്യത്തെ ഒരു പണി വരുന്നതാണ്, അതിതാണ് കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതം. അപ്പോൾ കൈസറുടെ അധികാരത്തിന് കീഴിലാണല്ലോ ഇപ്പോൾ ഇസ്രായേൽ, അല്ലെങ്കിൽ ഈ പറയുന്ന യെരുശലേം യഹൂദ ജനം ഒക്കെ ആയിരിക്കുന്നത്. യഹൂദയിൽ രാജാവില്ലാത്ത കാലത്താണ്. അപ്പോൾ കൈസറാണ് ഭരിക്കുന്നത്. കൈസറുടെ കീഴിലാണ് ഈ ഹെരോദാവും അതുപോലെ തന്നെ പിലാത്തോസും ഒക്കെ ഓരോ ദേശത്തിൻ്റെ അധിപതിയായിട്ടിരിക്കുന്നത്. അപ്പോൾ കൈസർക്ക് കരം കൊടുക്കുന്നത് ശരിയാണോ എന്നാണ് ഈ ചോദ്യം. അപ്പം യഥാർത്ഥത്തിൽ കൈസർക്ക് കരം കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ കൈസറുടെ ജനമല്ലല്ലോ ഇത്. പക്ഷേ ഇന്നിപ്പോൾ കൈസറുടെ അധികാരത്തിലാണ് ഇപ്പോൾ. അപ്പോൾ കൊടുക്കാതിരിക്കാൻ ഒക്കില്ല. ഇതൊരു കൺഫ്യൂസ്ഡ് ചോദ്യവും ഉത്തരവും ഒക്കെ ആയി മാറും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് കൈസർക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞാൽ കൈസർ കൊടുക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൈസരോട് പോയി പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോട് പോയി പറഞ്ഞിട്ട് അവനെ കുറ്റക്കാരനാക്കാമെന്നുള്ളതാണ് ഒരു ഉദ്ദേശം. ആ ഉപായം ഗ്രഹിച്ചിട്ട് യേശുക്രിസ്തു അവരോട് പറഞ്ഞ് വെള്ളിക്കാശെന്ന് കാണിക്കാൻ പറഞ്ഞു. അവർ കാണിച്ചു. അതിലുള്ള സ്വരൂപവും മേലെഴുത്തും ആരുടെയെന്ന് ചോദിച്ചു. അത് കൈസറുടേത് എന്ന് പറഞ്ഞു. അപ്പം നാണയത്തിലുള്ള കൈസറുടെ മേലെഴുത്താണ്. അപ്പം യേശു പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കണം, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ ഇത് അന്തം വിട്ട ഒരു ഉത്തരമാണ്. അന്തം വിട്ട് പോയി ഉത്തരം കേട്ടിട്ട്. നമുക്കും ഇത് കേൾക്കുന്നുണ്ട്, നമ്മളും അതിശയിച്ച് പോകുന്നൊരു ഉത്തരമാണ്. ഇതെന്ത് ചെയ്യും? ഒന്നീ കൊടുക്കണം അല്ലെങ്കിൽ കൊടുക്കണ്ട എന്നുള്ള ഉത്തരവല്ലേ നമുക്കവിടെ പറയാനുള്ളൂ, നമ്മളോട് ചോദിച്ചാലും. പക്ഷേ ഇവിടെ യേശുക്രിസ്തു പറയുന്നത് കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുക, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക. അപ്പോൾ കൊടുക്കണ്ട എന്നല്ല, കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുക, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കാനാണ്. അപ്പോൾ അങ്ങനൊരു ഉത്തരം പറഞ്ഞപ്പോഴത്തേക്ക് ആ വാക്കിലവർ യേശുക്രിസ്തുവിനെ പിടിപ്പാൻ കഴിയാതെ അവരും ഈ ഉത്തരത്തിൽ ആശ്ചര്യപ്പെട്ട് മിണ്ടാതിരുന്നു എന്നാണ് വായിക്കുന്നത്. പിന്നെ സദൂക്യരിൽ ചിലർ വരും. സദൂക്യർക്ക് പുനരുദ്ധാനത്തിലൊരു വിശ്വസിക്കുന്നില്ല. അപ്പോൾ അവിടെ ഒരു നാട്ടിൻ്റെ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞൊരു കിടുക്കൻ ഒരു ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത്. ഗുരു, ഒരുത്തിയെ വിവാഹം കഴിച്ചു, മക്കളില്ലാതെ മരിച്ചുപോയി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആരാണ് ഈ പുരുഷനാണ് മരിച്ചുപോയത്. ഈ പുരുഷൻ മരിച്ചുപോയി, ഭാര്യ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ദേവരധർമ്മം അനുസരിച്ച് സഹോദരൻ വേണം അടുത്ത ആ സ്ത്രീയെ വിവാഹം കഴിച്ച് ദേവരധർമ്മം അനുഷ്ഠിക്കേണ്ടത്. അങ്ങനെ ഒന്നാമത്തവൻ സ്ത്രീയെ കഴിച്ചു, മക്കളില്ല, മരിച്ചുപോയി. രണ്ടാമത്തവൻ ആ സ്ത്രീയെ പരിഗ്രഹിച്ചു, അവരും മക്കളില്ലാതെ മരിച്ചുപോയി, മക്കളില്ല. മൂന്നാമത്തവൻ വിവാഹം കഴിച്ചു, അവനും മരിച്ചു പോവുകയാണ്. നാലാമത്തവൻ വിവാഹം കഴിക്കുന്ന അവനും മരിച്ചു. അങ്ങനെ 7 സഹോദരങ്ങളുണ്ടായിരുന്നു, 7 പുരുഷന്മാർ. 7 പുരുഷന്മാരും ഈ സ്ത്രീക്ക് ഭാര്യയായി, ഭർത്താക്കന്മാരായി വരുന്നുണ്ട്. അപ്പോൾ അവസാനം 7 പേരും മരിച്ചു, അവസാനം സ്ത്രീയും മരിച്ചു. ഉപമയുടെ പോക്കോ ആലോചിക്കണം, ഇതൊന്നും സംഭവിക്കുന്ന കാര്യങ്ങളല്ല. 7 പേര് മരിക്കുക, അവസാനം സ്ത്രീ മരിക്കുക എന്നൊക്കെയുള്ള ഉപമ ഇത് കുഴപ്പിക്കാനുള്ള ചോദ്യമാണ്. എന്നിട്ട് ചോദ്യം ഇതാണ്,
പുനരുദ്ധാരത്തിൽ അവരിൽ ഏവന് ഭാര്യയാകും. 7 പേർക്കും ഭാര്യയായിരുന്നവളല്ലേ. അവൾ പുനരുദ്ധാനത്തിൽ ആർക്കാണ് ഭാര്യയാകുക? യേശു ഉത്തരം പറയും. ഈ ഒരു വേദഭാഗം, ഈ ഒരു സംഭവം ഇവിടെ നടന്നില്ലായിരുന്നെങ്കിൽ നമ്മളും ഇതിനെ സംബന്ധിച്ച് ഇച്ചിരി കൺഫ്യൂസ് ആയിപ്പോനെ. അപ്പം ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ നിത്യജീവൻ്റെ അവസ്ഥയിൽ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ ഈ ഒരു ഭാഗം നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ക്രിസ്തുവിടെ പറയുന്നത്, ഈ ലോകത്തിൻ്റെ മക്കൾ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നുവെങ്കിലും ആ ലോകത്തിൽ അവിടെ പുനരുദ്ധാനത്തിന് യോഗ്യരായവർ വിവാഹം കഴിക്കുന്നുമില്ല, വിവാഹത്തിന് കൊടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അവർക്കിനി മരിക്കാനും കഴിയുകയില്ല. അവർ പുനരുദ്ധാന പുത്രന്മാരാകയാൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരുമാകുന്നു. അപ്പോൾ പുനരുദ്ധാനം കഴിഞ്ഞ് നിത്യജീവൻ പ്രാപിച്ച് വരുന്നവരെ സംബന്ധിച്ച് അവർക്ക് നിത്യജീവൻ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മരിക്കാൻ കഴിയില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവർ പുനരുദ്ധാനത്തിൻ്റെ പുത്രന്മാരായതുകൊണ്ട് അവർ ദൈവദൂത തുല്യം. അപ്പോൾ ദൈവദൂത തുല്യർ ദൈവദൂതന്മാർ കല്യാണം കഴിക്കുന്നില്ല, കല്യാണത്തിന് കൊടുക്കുന്നില്ല, കുടുംബജീവിതമില്ല, ഒന്നുമില്ല. അതുപോലെ ഇൻഡിപെൻഡൻറ്റ് വ്യക്തികളായി അവർ വേറെ റിലേഷൻഷിപ്പ്, മരിച്ച സ്ത്രീയും മരിച്ച ഈ 7 സഹോദരന്മാരും സ്ത്രീയുമൊക്കെ അവിടെ ഉണ്ടാകും. അവിടെ അവർക്കെല്ലാം പുനരുദ്ധാനം കിട്ടി അവർ നിത്യജീവന് യോഗ്യരാണെങ്കിൽ അവരും അവിടെ കാണും. പക്ഷേ ഈ 8 പേരും അവിടെ ഉണ്ടെങ്കിലും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു തരത്തിലും ഭാര്യാഭർത്ത റിലേഷൻഷിപ്പ് ആയിരിക്കില്ല. അവിടെ എഴുതിയിരിക്കുന്ന പ്രത്യേകിച്ച് നോക്കാം, അവർ ദൈവപുത്രന്മാരാകുമെന്നാണ്. ഇപ്പോൾ ദൈവപുത്രന്മാരെന്ന് പറയുമ്പോൾ എന്താണ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്? അവർ സഹോദരന്മാർ എന്ന റിലേഷൻഷിപ്പാണ് ഉണ്ട്. ദൈവം പിതാവും ദൈവരാജ്യത്തിലുള്ള മനുഷ്യർ എല്ലാവരും ദൈവത്തിൻ്റെ പുത്രന്മാരുമാകുമ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ദൈവമക്കൾ സഹോദരന്മാരുള്ള റിലേഷൻഷിപ്പാണ്. അവിടെ എങ്ങനെയാണ് വിവാഹവും മറ്റു കാര്യം? അപ്പോൾ അതൊന്നും ഇല്ല എന്ന് സംശയത്തിനിടയില്ലാതുകൊണ്ട് യേശുക്രിസ്തു അവിടെ അത് പറയുന്നത് നമുക്കും ഇന്ന് നമ്മൾ വായിക്കുന്ന നമുക്കും അത് വളരെ ഗുണകരമാകുന്നുണ്ട്. നമുക്ക് വ്യക്തമായൊരു ധാരണ അതിനെ സംബന്ധിച്ച് ലഭിക്കുന്നുണ്ട്. അതിന് ഈ ഒരു പാസേജ് വളരെ ഗുണകരമായിട്ടുണ്ട്. അപ്പോൾ വേറൊരു കാര്യം പറയുന്നത്, ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ്. അത് പറയുന്നത് പഴയ ഭാഗത്ത് അബ്രഹാമിൻ്റെയും ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവം എന്ന് പറയുന്നത് കൊണ്ട്, അപ്പോൾ അബ്രഹാം, ഇസ്ഹാക്കും യാക്കോബ് മരിച്ചുപോയി. പക്ഷേ അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിൻ്റെ യാക്കോബിൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിൻ്റെ യാക്കോബിൻ്റെയും ദൈവം എന്ന് ജീവനുള്ളവരുടെ ദൈവം എന്ന് പറയുന്നത്. അപ്പം അബ്രഹാം, ഇസ്ഹാക്കും യാക്കോബും നിത്യജീവൻ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് നിത്യജീവൻ പ്രാപിക്കേണ്ടവരാണ് എന്നുള്ള ഒരു സൂചന കൂടി നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്, അല്ലാതെ മരിച്ചവരുടെ ദൈവമല്ല എന്ന് അവിടെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ അതിന് ചില ശാസ്ത്രിമാർ വന്ന് പറയുന്നുണ്ട്, നീ പറഞ്ഞത് ശരിയാണ്, നിൻ്റെ ഉത്തരം ശരിയാണ് എന്ന് വന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ എന്നിട്ട് വേറൊരു കാര്യം പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ വേറൊരു പുസ്തകം, അതായത് സങ്കീർത്തനത്തിലെ 110 ഒരു കാര്യം, കർത്താവ് എൻ്റെ കർത്താവിനോട്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന് അരുളി ചെയ്തുവെന്ന് ദാവീദ് പറയുന്നുണ്ട്. അപ്പോൾ ആ ദാവീദ് പറയുന്ന കർത്താവ് എൻ്റെ കർത്താവിനോട്. അപ്പോൾ കർത്താവ് എന്ന് പറയുന്ന ദൈവം എൻ്റെ കർത്താവിനോട്, എൻ്റെ കർത്താവ് യേശുക്രിസ്തുവിനോട് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദാവീദ് പോലും യേശുക്രിസ്തുവിനെ കർത്താവ് എന്നാണ് പറയുന്നത്. അപ്പോൾ ദാവീദിൻ്റെയും കർത്താവാണ് യേശുക്രിസ്തു, അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും കർത്താവാണ് ദൈവം യേശുക്രിസ്തു. അങ്ങനെ എല്ലാവരുടെയും കർത്താവാണ് യേശുക്രിസ്തു. ദൈവരാജ്യത്തിൻ്റെ പ്രവേശനത്തിന് ദൈവം കർത്താവാക്കി വെച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ്. അപ്പോൾ അതുകൊണ്ട് ദാവീദ് അവിടെ പറയുന്നത് യേശുവിനെ കർത്താവെന്ന് വിളിക്കുന്നു എന്ന് പറയുന്നത്, പിന്നെ അങ്ങനെ പുത്രൻ എങ്ങനെ ആകുന്നതെന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് തിരിച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ തക്കമുള്ള ഒരു മറുചോദ്യവും യേശുക്രിസ്തു ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നല്ല തെളിച്ചം തരുന്നൊരു അധ്യായമാണ് നമുക്ക് ഈ പുനരുദ്ധാനത്തെ സംബന്ധിച്ചും നിത്യജീവനെ സംബന്ധിച്ചും ഒക്കെ ലഭിക്കുന്ന ഈ വിവരങ്ങൾ നമുക്ക് വളരെ ഗുണകരമാണ്. ഇത് ഉള്ളത് നമുക്കതിനെക്കുറിച്ചൊരു വ്യക്തമായ പിക്ചർ ലഭിക്കാൻ ഇടയായിട്ടുണ്ട്. ആ ചോദ്യം അവർ ചോദിച്ചത് കൊടുക്കാനായിരിക്കും, പക്ഷേ ആ കൊടുക്കാൻ ചോദിച്ചാണെങ്കിലും അത് തിന്മയ്ക്കായി ഉദ്ദേശിച്ചത് നന്മയ്ക്കായി മാറി എന്നോർത്ത് നമുക്കിപ്പോൾ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഇന്നത്തെ 3 വായന ഭാഗങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമുക്ക് വീണ്ടും കാണാം. ദൈവം നമ്മളേവരെയും കാത്തുസൂക്ഷിക്കട്ടെ. നന്ദി.